പല വീടുകളിലും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? പരസ്പരം തുറന്ന് സംസാരിക്കാതെ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിൽ കലഹം പതിവായിരിക്കും. എറണാകുളം കോതമംഗലത്തെ ബിജു സിമി ദമ്പതികളുടെ ജീവിതത്തിലും അതാണ് സംഭവിച്ചത്. ഇവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഇല്ലാത്ത ദിവസങ്ങളില്ല. കഴിഞ്ഞ രാത്രി വീട്ടിൽ നിന്ന് വലിയ ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദമ്പതികളെയാണ് കണ്ടത്. കഴുത്തിന് മുറിവേറ്റ നിലയിൽ സിമിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഭാര്യ കഴുത്തിന് സ്വയം മുറിവേൽപ്പിച്ചതെന്നാണ് ബിജു പോലീസിനോട് പറഞ്ഞത്. യുവതിയെ ഭർത്താവ് വെട്ടിക്കൊന്നതാണോ അതോ സ്വയം മുറിവേൽപ്പിച്ചതാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. കൈക്ക് മുറിവേറ്റ നിലയിൽ കണ്ട ഭർത്താവ് ബിജു പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കോതമംഗലം പിണ്ടിമന വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ഉന്നതിയിൽ താമസിക്കുന്ന ചിറമേൽ സിമി ബിജുവാണ് മരിച്ചത്. സിമിക്ക് 46 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് വെറ്റിലപ്പാറയിലെ വീട്ടിൽ വെച്ച് സിമി ബിജുവിന് കഴുത്തിൽ മുറിവേറ്റത്. രാത്രി ദമ്പതിമാർ തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു. തുടർന്ന് കതകു തുറന്ന് സിമി ചോരയൊലിപ്പിച്ച് പുറത്തു വരികയും മുറ്റത്ത് വീഴുകയുമായിരുന്നുവെന്നാണ് വിവരം. പിന്നാലെ എത്തിയ ബിജുവിന്റെ കയ്യിൽ മുറിവുണ്ടായിരുന്നു. നിലവിളി കേട്ട് ഓടിക്കൂടിയ അയൽവാസികൾ ഉടനെ ഇരുവരെയും കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സിമിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ബിജു പോലീസ് നിരീക്ഷണത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ദിവസവും വീട്ടിൽ വഴക്കും ബഹളവും ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. അപ്പോൾ ഇവർ എന്നും ഇങ്ങനെ വഴക്കമുള്ളതാണ്. അപ്പം നമ്മളത്ര ശ്രദ്ധിക്കുമല്ലോ. എന്നും ഇങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മകളും ഒക്കെ കൂടി ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഒരു വീടായ പല വഴക്കുണ്ടല്ലോ കാര്യങ്ങളും. പുള്ളിക്കാരത്തി ഇറങ്ങി അവിടെ മേശയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്നായിരിക്കും അങ്ങനെ നിൽക്കണേന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇറങ്ങി വന്നു പിടിച്ച് വയ്യ. അപ്പോഴത്തേക്കും മുറ്റത്ത് കൊണ്ടുപോയി മാർക്കും ചെയ്യുന്നു. അപ്പോഴത്തേക്കും പെണ്ണോ ഓടി വന്നു വിളിച്ചു. പക്ഷേ മിണ്ടണമൊന്നുമില്ല. 2 പ്രാവശ്യം അയ്യോ എന്ന് പറഞ്ഞു. ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ബിജു ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് സൂചനയുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഭാര്യ സ്വയം മുറിവേൽപ്പിച്ചതെന്നാണ് ബിജുവിന്റെ മൊഴി. നില മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താലേ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവൂവെന്ന് പോലീസ് പറയുന്നു. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി. സിമിയുടെ മൃതദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 കോതമംഗലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.